ശ്രീ കെ ടി ചാക്കോ, ഇതാ അർജന്റീന ഇന്ത്യയിൽ കേരളത്തിൽ പന്ത് തട്ടാനെത്തുകയാണ്. സാക്ഷാൽ ലയണൽ മെസ്സിയും സംഘവും ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മളിനി തീയതിയും സമയവും കുറിക്കേണ്ട ഒരു കാലതാമസമേ ഉള്ളൂ. അവർ അടുത്ത നവംബറിൽ അവരുടെ സംഘമെത്തും, ഇവിടെ പരിശോധനകൾ നടത്തും. അതിനുശേഷം അവർ വേദി തീരുമാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കായിക മന്ത്രി ഇപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങി അങ്ങ് കളിക്കാൻ തോന്നുന്നുണ്ടോ അവരോടൊപ്പം? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ PSC ഹൈന്ദവൻ ടീമുകൾ വന്നിട്ടുണ്ട്, അതുപോലെ നല്ല നല്ല ടീമുകൾ വന്നിട്ടുണ്ട്. കൽക്കട്ടയിലും ഇതിനുമുമ്പ് ഒക്കെ ടീമുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആവേശമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അർജന്റീന ടീമിന് അതുപോലെയാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ മലപ്പുറം, നമുക്കറിയാം, മലപ്പുറം, കോഴിക്കോട്, കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അർജന്റീനയ്ക്ക് നല്ലൊരു സപ്പോർട്ടേഴ്സ് ഉള്ള സ്ഥലത്തെ മെസ്സിയും അതുപോലെ ഗോൾ കീപ്പർ മാർട്ടിനസും അതുപോലെ ഡിമരിയയും അതുപോലെയുള്ള അവരെ സഹ കളിക്കാർ മുഴുവനും നമ്മുടെ കേരളത്തിൽ കാലുകുത്തി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കളിക്കുവാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നു, കളിക്കുവാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അവർ വരട്ടെ, അതൊരു ആവേശമാകട്ടെ, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ആവേശമാകട്ടെ എന്ന്. സ്വല്പം ആവേശമാകും, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ആവേശമാകും. അതെ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ചരിത്രമാകും ഈ വരുന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിലപ്പോൾ ഒരു സ്വല്പം അസൂയ തോന്നുന്നുണ്ടോ ഈ തലമുറയോട്? നിങ്ങൾ കളിച്ചിരുന്ന കാലത്ത് ഇവർ വന്നില്ലല്ലോ, ഇപ്പോൾ ഇവർ വരുമ്പോൾ? അസൂയ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാൽ അസൂയുണ്ട്. എങ്കിലും എനിക്ക് PSC ഹൈന്ദവനുമായിട്ടൊന്ന് കളിക്കാൻ സാധിക്കും, അത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ ടീമല്ലേ, അതുണ്ട്. അപ്പൊ അതുകൊണ്ട് അർജന്റീനയുമായിട്ടൊക്കെ ഒന്ന് കളിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തമാശത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്ത്യ കളിക്കുന്നതൊക്കെ തമാശ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അസൂയുണ്ട്. ഞാനതൊരു രസത്തിന് ചോദിച്ചതാട്ടോ. എനിക്കറിയാം നിങ്ങളെപ്പോലുള്ള വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അതിനെ സമീപിക്കുന്ന ആളുകളാണെന്ന്.